ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 16-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധ അമ്മയുടെ തിരുനാളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കർമ്മല മാതാവിന്റെ തിരുനാളിലേക്ക് ഈ ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. യേശുവിന്റെ അമ്മയും സഹോദരന്മാരിൽ നിന്നാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട്. മർക്കോസിന്റെ 3-ാം അധ്യായത്തിലും ലൂക്കായുടെ 8-ാം അധ്യായത്തിലും മത്തായിയുടെ 12-ാം അധ്യായത്തിൽ കാണുന്ന ഇതേ സംബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സുവിശേഷ ഭാഗത്തില് ഈശോ ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ ശിഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുവൻ അവനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവരോട് പറയുകയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈനീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഇതാണ് സുവിശേഷ ഭാഗം. നമ്മൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഈശ്വനാഥൻ ബന്ധങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബന്ധങ്ങൾക്ക് പ്രൊമോഷൻ നൽകുന്നുണ്ട്. കാരണം ഈശോ ദൈവമാണ്, മനുഷ്യനായി അവതരിച്ചു, മനുഷ്യനായി ജീവിക്കുന്നു. പക്ഷേ ആ മനുഷ്യർക്ക് ഒരു പ്രിവിലേജ്, ഒരു ആനുകൂല്യം കൊടുക്കുന്ന രീതിയിലാണ് ഈശോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനൊരു മറ്റൊരു ഉദാഹരണമാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു, അതിനാൽ ഇനിമേൽ നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ് എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ അവിടെ ഒരു വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യം, ഇതുവരെ ദാസന്മാരെന്ന് പറഞ്ഞിരുന്ന ആളുകളെ ഈശോ സ്നേഹിതന്മാരായിട്ട് ഉയർത്തുകയാണ്, ഒരു പ്രൊമോഷൻ നൽകുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതനാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല. 15:15 യോഹന്നാൻ 15:15 ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല, കാരണം യജമാനൻ ചെയ്യുന്നതൊന്നും ദാസൻ അറിയുന്നതെന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. സ്നേഹിതന്മാർ, ചങ്ങാതിമാർ, കൂട്ടുകാർ, ഫ്രണ്ട്സ് ഓഫ് ജീസസ്. ഇപ്പൊ നമ്മളിത് ഓർക്കേണ്ടത്, ഈശോ ഈ ദാസന്മാരായി ജീവിക്കേണ്ട ആളുകളെ കൂട്ടുകാരായി പ്രൊമോട്ട് ചെയ്യുകയാണ്, പ്രൊമോഷൻ നൽകുക. എന്ന് പറഞ്ഞ പോലെ തൻ്റെ ചുറ്റുപാട് വരുന്നത് ഇങ്ങനെ കൃത്യമായും വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ വലിയ ആഗ്രഹത്തോടു കൂടി ഈശോയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഒരു ഓഫറുണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും നിങ്ങൾക്ക് പറഞ്ഞല്ലോ, അതിലേക്ക് നിങ്ങൾക്കും വരാം. ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റണം. കാരണം അത് ഏറ്റവും ഭംഗിയെ നിറവേറ്റിയത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ, പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പുത്രൻ ഭൂമിയിൽ അവതരിക്കണമെന്നുള്ളത്. ആ ഏറ്റവും വലിയ ആഗ്രഹത്തെ പൂർണ്ണമായി ഏറ്റെടുത്ത ഒരാളാണ് എൻ്റെ അമ്മ. അപ്പൊ അതുപോലെ എന്നെ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്ന് പറയപ്പെടുന്ന പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം, അത് ഏറ്റവും ഭംഗിയായി എൻ്റെ അമ്മ നിറവേറ്റിയെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും അത് നിങ്ങളുടെ സ്വഭാവത്തിലൂടെ പുനരവതരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങളും എൻ്റെ അമ്മമാരാണ് ആണ് ഈശോ ഉദ്ദേശിക്കുന്നത്. നിങ്ങളും എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതം വഴി പകർന്നു നൽകുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അമ്മ മേരി പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുകയും ഈശോയെ പ്രസവിച്ച് മനുഷ്യകുലത്തിന് നൽകുകയും ചെയ്തു എന്നതിന് തുല്യമായി മാറും. അപ്പൊ നിങ്ങൾക്ക് ആ ഹിതം നിറവേറ്റുന്നതിലൂടെ, രണ്ടാമത് പറയുകയാണ്, എൻ്റെ സഹോദരന്മാർ, എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഈ ശിഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് ശിശു ഓർപ്പിക്കുകയാണ്, അവർ എന്നോടൊപ്പം ആയിരിക്കുന്നുള്ളതാണ്. അതാണ് അവരുടെ പ്രത്യേകത. എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത് ഉദരത്തിൽ സഹവസിച്ചു എന്ന് മാത്രമല്ല, ഈ ഭൂമിയാകുന്ന ഉദരത്തിലും അവരെന്നോടൊപ്പം സഹവസിക്കുകയാണ്. അവരാണ് എൻ്റെ സഹോദരന്മാരായി മാറുന്നത്. അതാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടവും, എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. എന്നോടൊപ്പം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ബൈ ബോഡ്ലി പ്രസൻസ് എന്ന് മാത്രമല്ല, ഇത് ബൈ സ്പിരിച്വൽ പ്രസൻസ് എന്നുകൂടി അർത്ഥമുണ്ട്. ശാരീരികമായും ആത്മീയമായും മാനസികമായും ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത്. നമ്മൾ ശാരീരികമായി ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടതുണ്ട്, മാനസികമായി ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടതുണ്ട്, ആത്മീയമായും ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടതുണ്ട്. നമ്മുടെ സാമൂഹികപരമായ നിലപാടുകൾ കൊണ്ട്, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കേണ്ടവരായിട്ടുണ്ട്. അങ്ങനെ ആകാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. അങ്ങനെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് യേശു പറയുക. അപ്പം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ അമ്മയെ പോലെ നിങ്ങൾക്കും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എൻ്റെ അമ്മമാരാകാം, എൻ്റെ സഹോദരങ്ങളും ആകാം. ഇതൊരു പ്രൊമോഷനാണ്.
പക്ഷെ ഇതിനൊരു നിബന്ധനയുണ്ട്. ഈ നിബന്ധന നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് ഈ ഓഫർ സ്വീകരിച്ച് എൻ്റെ അമ്മ, സഹോദരൻ, സഹോദരി എന്നൊക്കെയുള്ള പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടും. ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്, ബന്ധുത്വ പ്രൊമോഷൻ. അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈശോയുടെ ആ ബന്ധുത്വ പ്രൊമോഷനിലേക്ക് പങ്കുപറ്റുവാനായിട്ട് നമുക്കും സാധിക്കും. കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയൊക്കെ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ബന്ധുത്വ പ്രൊമോഷൻ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തപ്പെടുന്നതിനായിട്ടുള്ള ശ്രമവും ശ്രദ്ധയും പ്രാർത്ഥനയും നമ്മളിൽ നിന്നുണ്ടാകട്ടെ. അതിനായി നമുക്ക് വേണ്ട എല്ലാ കൃപകളും ഈശ്വരനാഥൻ പങ്കുവച്ച് നൽകുകയും ചെയ്യട്ടെ. നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.